ചേട്ടായി, തോമാച്ചനെ കോട്ടയത്ത് വെച്ച് ആരോ കുത്തി. അല്പം സീരിയസാ. വാ ചേട്ടായി, നമുക്ക് പോകാം. ഞാനില്ല. ചാകാൻ നേരത്തെങ്കിലും അടുത്തുണ്ടായിരുന്ന നാട്ടുകാർ പറയട്ടെ. വക്കച്ചൻ പോയാ മതി. ചേട്ടായി, ചേട്ടായി, എന്റെ കർത്താവേ, ഒച്ച വെക്കാന്ന് പറഞ്ഞില്ലേ? കരയുന്നു. ഒന്നും സംഭവിക്കില്ല മോളെ. എങ്ങനെയുണ്ട്? Yes, mister. Nothing to worry. He is fine now. Anyway, it was a close miss, okay? ഈശോയെ, നീ രക്ഷിച്ചു. ചാക്കോ മാഷേ, ഒരിക്കൽ താൻ അവന് വേണ്ടി കരയും. അവനെ കൊണ്ട് ബെഞ്ച് തുടപ്പിച്ച തൂവാല കൊണ്ട് താൻ ആ കണ്ണീരൊപ്പും. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ മോളെ? ചാക്കോ മാഷ് വന്നിരിക്കുന്നു. വാ, പോന്നു. അവന്റെ കുട്ടിക്കാലത്തെ കഴിവുകൾ കാണണമെങ്കിൽ ആ തട്ടുംപുറത്ത് കയറി നോക്കൂ. നിങ്ങളാണ് അവനെ ഓട്ടക്കാളനെയാക്കിയത്. മോനെ, നിന്നെ കാണാൻ ചാക്കോ മാഷ് വന്നിരുന്നു. ശവപ്പെട്ടിയും കൊണ്ട് വന്നായിരിക്കും. കാലെ പിടിച്ച് വിങ്ങി പൊട്ടിയെന്ന്. ചത്ത ഒന്ന് തൊട്ടു നോക്കിയതാ, കാലയെ പിടിച്ചെന്ന്. അങ്ങനൊന്നും പറയാതെ മോനെ. പൊന്നമ്മ വീട്ടിൽ പോ. നിന്നെ എങ്ങനെ വെച്ച് ഞാൻ പോവുകയല്ല. പോണം, എനിക്കിവിടെ ആരും വേണ്ട. പിടിച്ചോണ്ട് പൊടി. പോവാനല്ലേ പറഞ്ഞത്? വാ. ദേഷ്യോടൊക്കെ ഞാനൊരു ഒറ്റമൂലി പറയട്ടെ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി എന്നാ വേണ്ട, ഇതൊന്നും കുടിച്ചേന്റെ മോൻ. കുടിക്കണ്ട ആശാനെ.
അന്ന് ഞാൻ ആ കറുത്ത കണ്ണട ചോദിച്ചത് കുട്ടിക്കാലത്ത് ഞാൻ ആരാധിച്ചിരുന്ന ആ കണ്ണുകൾ ഒന്നും അറിയില്ലാതെ കാണാനായിരുന്നു. ഒരു ജന്മം മുഴുവൻ ആ കണ്ണുകൾ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മതി. എന്താ മരുന്നിന് ശരീരത്തിന് മുറിവുണക്കാനേ കഴിയൂ. ശത്രു മനസ്സിലുണ്ടാക്കിയ മുറിവുണക്കാൻ കഴിയില്ല. ആ. സോമൻ സാർ ഇപ്പൊ ഇവിടെ ആണോ? അതെ. തോമ ചത്തോന്നറിയാൻ വന്നതായിരിക്കും. നീ പൂച്ചയുടെ ജന്മമല്ലേ, അങ്ങനെ പെട്ടെന്ന് ചാകല്ലെന്ന് സോമൻ അറിയാം. തെളിവെടുക്കാൻ വന്നതായിരിക്കും. തോമയെ കുത്തിയത് ആരാണെന്നറിയണോ അല്ലേ? തൊരപ്പൻ ബാസ്റ്റിൻ. അത് ശരിയല്ലല്ലോ തോമ. അവൻ ഒരാഴ്ചയായിട്ട് ഇവിടെ എന്റെ ലോക്കപ്പിലാണല്ലോ. ഓഹോ, അപ്പൊ കളി അങ്ങനെയാണല്ലേ? നിന്റെ തല നടുറോടിക്കടന്നുരുളാൻ എന്റെ കൈ വേണ്ട എന്ന് കുറ്റിക്കാടൻ പറഞ്ഞതിനർത്ഥം ഇപ്പൊ പിടികിട്ടി. സോശേര, കസ്റ്റഡിയിൽ കിടക്കുന്ന ഊച്ചാളികളെ പുറത്തിറക്കി മോട്ടിപ്പിച്ച് അതിന്റെ വീതം പറ്റുന്ന എസ് ഐമാരെ എനിക്കറിയാവുന്നറിയാമല്ലോ. തൊരപ്പനെ ലോക്കപ്പിൽ നിറക്കി എന്നെ കുത്തിച്ചു അല്ലേ? ഈ ലോക്കപ്പിൽ നിന്ന് പുള്ളികളെ ഇറങ്ങുമല്ലടാ. ഇത്തിക്കണ്ണി പോലെ എന്റെ പുറകെ നടക്കരുത്. മേലെ എന്നെ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. എന്തിനു നീ ഇത് സൂക്ഷിച്ചു? ഇരുട്ട് നിറഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് ഒരു തകർച്ചയെ ഓർമ്മിപ്പിക്കാൻ എന്തിനീ ഓട്ടക്കാലിനെ കൂട്ടിക്കൊണ്ടുവന്നു? ആ ഓട്ടക്കാലണയിലാണ് മൂല്യത്തിന്റെ ആരംഭം. അതുകൊണ്ടാണ് വലിച്ചെറിഞ്ഞ ഈ മണി ഒരു മയിൽപ്പീലി പോലെ ഞാൻ സൂക്ഷിച്ചത്. ഇടിമണലിൽ നിന്ന് ഇടിമണലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കൂടെ താഴാൻ എന്റെ ചുമലിൽ നീ കൂടെ വേണ്ട കുട്ടി. മൂക്ക് മൂടിക്കഴിഞ്ഞു എന്ന് എനിക്കറിയാം. പിടിച്ചു കയറാൻ ഇനിയും ആ കൈകൾക്ക് കരുത്തുണ്ട്. ഇല്ല. പാറേപ്പള്ളിയിലെ തെമ്മാടിക്കുഴിയിലേക്ക് എന്റെ ശവം കൊണ്ടുപോകുന്നത് കാണാൻ ജനാലകൾ തുറക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഉപ്പുകല്ലിൽ നിന്ന കൂട്ടുകാരന് വെള്ളം കൊടുത്ത് എന്റെ തുളസിയെ വഞ്ചിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എനിക്ക് ആ വാക്ക് മതി. ആ നാമം കൊണ്ട് എന്റെ തുളസിന്ന് വിളിച്ചല്ലോ.
ഇനി തോമസ് ചാക്കോ മുണ്ടു പറിക്കരുത്. ആ കൈ കുറച്ച് മാറ്റൂ. കൈ ഓക്കെ, താങ്ക് യു. യ്യോ, എന്താ ഇത്? ടൈ കഴിക്കാനല്ലേ? സ്മൈൽ ഓക്കെ.